TMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. പോപ്പിന്റെ സംസ്കാര ചടങ്ങിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം പക്ഷാഘാതവും ഹൃദയസ്തംഭനത്തെ തുടർന്നും ആണെന്ന് വത്തിക്കാൻ. റോമിലെ ബസലിക്ക ഓഫ് സെന്റ് മേരി മേജറിൽ തന്റെ സംസ്കാരം നടത്തണമെന്ന് പോപ്പ് ആവശ്യപ്പെട്ടിരുന്നതായും വത്തിക്കാൻ വ്യക്തമാക്കി. തന്റെ കല്ലറ അലങ്കരിക്കരുതെന്നും ഫ്രാൻസിക്കസ് എന്ന പേര് മാത്രമേ കല്ലറയിൽ രേഖപ്പെടുത്താവൂ എന്നും പോപ്പ് പറഞ്ഞിരുന്നതായി വത്തിക്കാൻ അറിയിച്ചു. ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കുവാൻ പോലീസ്. ഷൈനെ ബൈക്കിൽ മറ്റൊരു ഹോട്ടലിൽ എത്തിച്ച യുവാവിന്റെ അടക്കം മൊഴിയെടുക്കും. സംശയാസ്പദമായി ബാങ്ക് ഇടപാടുകൾ നടത്തിയവരോടും വിവരങ്ങൾ തേടും. FIR കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഷൈൻ ലഹരി ഉപയോഗിക്കുമെന്ന് സമ്മതിച്ചെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷമേ കൂടുതൽ വകുപ്പ് ചുമത്തുന്നതിൽ തീരുമാനം എടുക്കൂ. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള ചർച്ച നടന്നത്. ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഗവർണർ ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ വൈകുന്നതിനെതിരെയാണ് ഹർജി. സമാനമായ തമിഴ്നാടിന്റെ ഹർജിയിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവ് സജീവ ചർച്ചയായി നിൽക്കുന്നതിനിടെയാണ് ഹർജി പരിഗണനയ്ക്ക് എത്തുന്നത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. കോഴിക്കോട് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന് ഡ്രൈവറുടെ മർദ്ദനം. മാങ്കാവ് സ്വദേശി നിഷാദിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം. പിൻസീറ്റിൽ യാത്ര ചെയ്ത മറ്റൊരു ബസ്സിലെ ഡ്രൈവർ റംഷാദാണ് ആക്രമിച്ചത്. പ്രതി കസബ പോലീസ് പിടിയിലാണ്. തോളിൽ കൈവച്ചതിലെ തർക്കമാണ് കാരണം. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലെത്തും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ നരേന്ദ്രമോദി സംസാരിക്കും. വൈകിട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യ സൗദി തന്ത്രപ്രധാന സഹകരണ കൌൺസിൽ യോഗവും നടക്കും. പ്രധാനമന്ത്രിക്ക് സൗദി കിരീടാവകാശി അത്താഴ വിരുന്നും നൽകും. ഊർജ്ജ പ്രതിരോധ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കുവാനുള്ള ചർച്ച നടക്കും. സ്വകാര്യ ടൂർ ഏജൻസികൾ വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കൂട്ടി നൽകണമെന്ന അഭ്യർത്ഥന ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കേസിൽ മെറ്റ സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ഇൻസ്റ്റഗ്രാമിൽ അയച്ച സന്ദേശങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ ലഭ്യമായിട്ടില്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഗൂഢാലോചനയിൽ കൂടുതൽ കുട്ടികൾക്ക് പങ്കുണ്ടോ എന്നറിയുവാൻ ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് വ്യക്തത ലഭിക്കണം. കേസിൽ മെയ് അവസാന വാരം പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഒത്തുതീർപ്പിലേക്കെന്ന സൂചന. ഷൈൻ ടോം ചാക്കോയും കുടുംബവും ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിയിൽ ക്ഷമാപണം നടത്തി. പരാതികൾ സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടതോടെയാണ് ഒത്തുതീർപ്പ് സാധ്യതയിലേക്ക് എത്തിയത്. ഷൈൻ ടോം ചാക്കോക്കെതിരെ നിയമ നടപടികളിലേക്കില്ലെന്ന് വിൻസി അലോഷ്യസ് ആവർത്തിച്ചിരുന്നു. നിയമ നടപടികളിലേക്ക് പോകില്ലെന്ന് ആദ്യ ദിവസം മുതൽ താൻ പറയുന്നതാണെന്നും അതിൽ ആളുകൾക്ക് പല കാഴ്ചപ്പാടുകളും ഉണ്ടാകുമെന്നും എങ്കിലും അതിലേക്കില്ലെന്നും വിൻസി വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.